ഹായ്, ഞാനിപ്പോൾ ദുബായിലാണ്. സമയം വന്നിട്ട് 4 മണിയായി. ഞാൻ ഒന്ന് ഓടാനൊക്കെ പോയിട്ട് വന്നിരിക്കുക. കുറേ നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. ആദ്യം തന്നെ പറയാം, കേൾക്കേണ്ടവർക്ക് കേൾക്കാം, ഇല്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോവാം. ഓക്കെ. എനിക്ക് വയസ്സ് വന്നിട്ട് ഇപ്പോൾ 30. ഞാനിപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടൊരു കാര്യം പറയാൻ വേണ്ടി, അത് എനിക്ക് തോന്നിയ കാര്യമാണ്, എൻ്റെ ലൈഫിൽ നടന്ന കാര്യമാണ്. ഓക്കെ. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 30 വയസ്സ് ആവുന്നതിന് മുന്നേ തന്നെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുക. ഈവൻ പഠിപ്പായിട്ട്, ജോബായിട്ടോ, എന്താണെങ്കിലും പണിയെടുത്തിട്ടായാലും ഒരു 30 വയസ്സ് ആവുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മൾ ബാധ്യതകളൊക്കെ തീർത്തൊന്ന് രക്ഷപ്പെടാൻ നോക്കും. അറിയാം, നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലികളാണ്, നമ്മളെ ബാധ്യതകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 30-50 വയസ്സൊന്നും ഒന്നുമല്ല. എന്നാലും ദുബായിലാണ് ഞാൻ, പ്രവാസ ജീവിതമാണ്. ഞാൻ നാട്ടിൽ നിന്നിട്ട് വിചാരിച്ച്, നാട്ടിൽ നിന്നാൽ ഇനിയിപ്പോൾ ഒന്നും നടക്കത്തില്ല, ദുബായിൽ വന്നിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഒരു കംബാക്ക് അടിക്കണം. 2 വർഷമായി, കടം തീരണതുമില്ല, കടയാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി എന്നാണ് എൻ്റെ കംബാക്ക് എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ലൈഫ് ഭയങ്കര അൺഫെയറാണ്, പ്രത്യേകിച്ച് നമ്മളെ മിഡിൽ ക്ലാസ് ഫാമിലി. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് പണിയെടുത്തിട്ടായാലും പിച്ചെടുത്തിട്ടായാലും എന്ത് ചെയ്തിട്ടായാലും ഒരു 30 വയസ്സിന് മുന്നേ നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ്. നാട്ടുകാരുടെ പുച്ഛം, വീട്ടുകാരുടെ പുച്ഛം, പിന്നെ റിലേഷൻ ഉണ്ട്, അത് തകർന്ന് പോയി, അങ്ങനെയാണെങ്കിൽ അവളൊരു പുച്ഛം. ഇതുവരെ ഒന്നും നേടിയില്ലേ, ഗൾഫിൽ പോയിട്ട്. നാട്ടുകാർ വിചാരിക്കുമ്പോൾ എന്താ, ഗൾഫിലടിച്ച് വിളിക്കുക. അമ്മക്കല്ലേ അറിയാവൂ ഗൾഫിൽ പട്ടിപ്പണിയാണ്. ഇതാ ഇപ്പോഴും നോക്ക്, നല്ല ചൂടുണ്ട്. ഇപ്പോഴത്തെ ചൂട് ഭയങ്കര ചൂടാണ്. ഇനിയിപ്പോൾ ഒരു 2-3 മാസം കൊണ്ട് കഴിഞ്ഞാലേ തണുപ്പാകത്തുള്ളൂ. അതുവരെ പാടാണ്. ഞാൻ അതൊന്നും അല്ല കേട്ടോ പറയാൻ വന്നത്. 30 വയസ്സ്, അതിനു മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ, നമ്മുടെ കൂടെ പഠിച്ചവർ ലൈഫ് സെറ്റിലായി, കല്യാണം കഴിഞ്ഞ് പിള്ളേരായി. നമ്മൾ മാത്രം എന്താ ഒരിടത്ത് എത്തിപ്പെടാത്തത്? ദൈവം നമ്മളെ മാത്രം തഴഞ്ഞിട്ടേക്കാണോ എന്നൊക്കെ തോന്നണല്ല, സത്യമായിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി തുടങ്ങി. ദുബായിൽ വന്നതിന് ശേഷം എനിക്ക് ആപ്പാടെ ഇപ്പോൾ ഉള്ളത്, കിട്ടിയിട്ടുള്ളത് ഒരു 2-3 കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കേസ്, നല്ലതുപോലെ മുടി കൊഴിയുന്നുണ്ട്, പിന്നെ വയറ് നല്ലതുപോലെ കൂടുന്നുണ്ട്. മൂന്നാമത്തെ കേസെന്ന് വെച്ചാൽ ഉറക്കം തന്നെയാണ്. പ്രോപ്പറായിട്ട് ഫുഡില്ല, പ്രോപ്പറായിട്ട് ഉറക്കമില്ല, സ്ട്രെസ്സ്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നാട് തന്നെയാണ് സുഖം. പക്ഷെ നാട്ടിൽ നിന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കയ്യിൽ പൈസ ഇല്ല, നാട്ടുകാരുടെ പുച്ഛം, അതൊക്കെ തന്നെയാണ്. അപ്പോൾ തോന്നി ഇവിടെ പൈസ ഉണ്ടാകും. ഇവിടെ പിന്നെ നാട്ടുകാരുടെ പുച്ഛമില്ല, അത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് പൈസ ഉണ്ടാക്കിയോ. അന്ന് അടിച്ച് കളഞ്ഞ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാമെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. ഇടയ്ക്കിടയ്ക്ക് ഇതുമായിട്ട് ഒരു വീഡിയോ ആയിട്ട് വരും. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ശരി, ഗുഡ് നൈറ്റ്, ബൈ ബൈ.